ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂവപ്പൊടി, അതായത് ആരോറൂട്ട് പൗഡർ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന 2 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റാനും ശരീരത്തിലെ ചൂട് കുറക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുമല്ല മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാനും വന്നവർക്ക് മാറാനുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണിത്. ചിലർക്കൊക്കെ കൂവപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും, ഈ കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൂവപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. കൂവപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇനി ഈ കൂവപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കോൺഫ്ലവറൊക്കെ കലക്കിയെടുക്കും പോലെ തന്നെ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ഇപ്പം ഞാനിത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കസ്കസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കസ്കസ് നല്ല പോലെ ഒന്ന് കുതിർത്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കൂവപ്പൊടി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത കൂവപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കുക. കൂവപ്പൊടി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ, അതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കൂവപ്പൊടിയുടെ വെള്ളക്കളറൊക്കെ മാറിയിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും, അതുവരെ കൂവപ്പൊടി വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ആ വെള്ളക്കളറൊക്കെ മാറിയിട്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കൂവപ്പൊടിയുടെ കളർ മാറുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതുപോലെ കളർ മാറി വന്നാലേ കൂവപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ കൂവപ്പൊടി നന്നായിട്ട് തണുത്തിട്ട് നേരത്തേക്കാളും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ കൂവപ്പൊടിയിൽ നിന്നും പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലിന് പകരം ഇത് പശുവിൻ പാലിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, പക്ഷേ ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് രണ്ടും റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത കസ്കസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ കൂവപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഇളനീർ ജ്യൂസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ കുറുക്കിയെടുത്ത ബാക്കിയുള്ള മുഴുവൻ കൂവപ്പൊടിയും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി പഴുത്ത 2 ചിക്കുവാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ചിക്കുവിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം, നന്നായി പഴുത്ത പുളിയില്ലാത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ റോബസ്റ്റ പഴമോ മൈസൂർ പഴം പോലത്തെ ഏതെങ്കിലും ചെറുപഴമോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ചിക്കുവിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ചിക്കുവിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കു ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ്. ഈ പാക്കറ്റ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നന്നായി തണുപ്പിച്ച പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഈ ജ്യൂസിന് തിക്നെസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൂവപ്പൊടിയും ചിക്കുവും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത 2 ഡ്രിങ്ക്സും കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയെടുത്തതാണെന്ന് ആരും പറയൂല. ഒന്ന് ഇളനീർ ജ്യൂസിൻ്റെ ടേസ്റ്റും മറ്റേത് ചിക്കു ഷേക്കിൻ്റെ ടേസ്റ്റുമാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കൂവപ്പൊടി വെള്ളം ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും, കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്